ജോർജിലേക്ക് പോവുകയാണ്. ശ്രീമതി മേരി ജോർജ്, 13,600 കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി നൽകുന്നതിലൂടെ, ഇങ്ങനൊരു അനുമതി കിട്ടുന്നതിലൂടെ കേരളത്തിന് തൽക്കാലം പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ? ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുകയാണല്ലോ. ഇതിൽ നിന്നൊക്കെ കരകയറുവാൻ കഴിയുമോ? കൂടുതലായിട്ടൊരു 15,000 കോടി രൂപ കൂടി അനുമതി വേണം കടമെടുക്കാൻ എന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുമുണ്ടല്ലോ. ഇതെല്ലാം ഒരു 7%-നും 8%-നും ഇടയ്ക്ക് പലിശയ്ക്കല്ലേ ഇപ്പോൾ എടുക്കുവാൻ കഴിയുകയുമുള്ളൂ. ഇത് കേരള സർക്കാരിന്റെ ഒരു വിജയമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വിജയമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? അതായത് ഇത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയം അല്ല. സംസ്ഥാന ഗവൺമെന്റ് അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിൽ, അതായത് സത്യം പറഞ്ഞാൽ ശ്രീലങ്ക കഴിഞ്ഞ വർഷം ആ കടക്കണിയിലായ സമയത്ത് എങ്ങനെയായിരുന്നോ ആ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ്. ആ അവസ്ഥ കണ്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു ഫെഡറൽ സംവിധാനത്തിൽ എന്തുകൊണ്ടാണ് കൈയും കെട്ടി കേന്ദ്ര ഗവൺമെന്റ് നോക്കിയിരിക്കുന്നത്, ഈ തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ തള്ളിവിടുകയാണ് വേണ്ടത് എന്ന ഒരു, അതായത് അങ്ങനെ ചോദിക്കാതെ ചോദിക്കുന്നത് പോലെ, ഇങ്ങനെ സുപ്രീം കോടതി ചോദിച്ചില്ല, പക്ഷെ ചോദിക്കാതെ ചോദിക്കുന്നത് പോലെ ഇതാണ് സംഭവിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ ഇപ്പോൾ സഹായിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും സഹായിക്കേണ്ടി വരില്ല എന്ന രീതിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് പോയിരിക്കുകയാണ്. അതായത് ശൂന്യമായ ട്രഷറി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഓർക്കണം, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് 13,609 കോടി കടമെടുക്കാൻ സമ്മതിക്കണമെന്നോ 15,000 കോടി കൂടി കടമെടുക്കാൻ സമ്മതിക്കണമോ എന്ന് ആവശ്യപ്പെട്ടിട്ടല്ല. കോടതിയുടെ ആ വിധി പകർപ്പ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 50,000 കോടി അത്യാവശ്യമായിട്ട് കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയോട് സംസ്ഥാന ഗവൺമെന്റിന് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി എന്ന വിമർശനം കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിക്കുന്നു. അങ്ങനെ ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് പറയുകയാണ്, ആർട്ടിക്കിൾ 131 അനുസരിച്ച് ഏത് സംസ്ഥാന ഗവൺമെന്റിനും സുപ്രീം കോടതിയിൽ പോകാം കേന്ദ്രത്തിനെതിരായിട്ട്. പിന്നെ സുപ്രീം കോടതി എടുക്കുന്ന ആക്ഷൻ അതിന്റെ സാധ്യതകളെല്ലാം പരിശോധിച്ച് പരിധിക്കകത്ത്, സുപ്രീം കോടതിയുടെ പരിധിക്കകത്ത് നിന്നായിരിക്കും ആക്ഷൻ എടുക്കുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ ഈ 50,000 കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് അഭ്യർത്ഥിച്ചാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 13,609 കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് കടമെടുക്കാൻ സംസ്ഥാനത്തെ സമ്മതിക്കണം. അങ്ങനെ കേന്ദ്രം സമ്മതിക്കുന്നു, സംസ്ഥാനം അത് അംഗീകരിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, ഇതേ കാര്യം തന്നെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ചർച്ച നടന്ന സമയത്ത് കേന്ദ്രം പറഞ്ഞതാണ് കേസ് പിൻവലിക്കൂ, അപ്പോൾ ഞങ്ങള് 13,609 കോടി കടമെടുക്കാൻ സമ്മതിക്കാമെന്ന്. പക്ഷെ അതിന് സംസ്ഥാനം വഴങ്ങിയില്ല. സംസ്ഥാനം വഴങ്ങാത്തത് സുപ്രീം കോടതിയിൽ നിന്ന് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇത് ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ്. അപ്പോൾ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ കൂടെ നിന്നത്? ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തില് അതായത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? കേന്ദ്രത്തിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ അത്യാവശ്യമുണ്ട്, എന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ചെല്ലുമ്പോ, ഇല്ല നിന്റെ കാര്യം ഞാൻ നോക്കില്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. അപ്പൊ സുപ്രീം കോടതി അതിലെ ശക്തിഹീനന്റെ കൂടെ നിന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ശക്തിഹീനൻ സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഫെഡറൽ സംവിധാനത്തില് ആ ശക്തിഹീനനെ താങ്ങി നിർത്തുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. എന്നിട്ട് ഇനി 15,000 കോടി കൂടി ഉടനെ കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? അത് കേന്ദ്രവും സംസ്ഥാനവും കൂടി ഇന്ന് തന്നെ ചർച്ച ചെയ്യുക, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു കോൺസെൻസസിൽ എത്തുക എന്നാണ്. ശരി, ശ്രീമതി മേരി ജോർജ്, എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിനകം എത്ര കോടി രൂപ 2023-24 സാമ്പത്തിക വർഷം കേരളം കടമെടുത്തു എന്നാണ്. അതിൽ കൃത്യമായ ഒരു കണക്ക് കിട്ടുന്നില്ല. CAG പറയുന്ന കണക്കൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ രേഖകൾ
പ്രകാരമുള്ള കണക്ക് മറ്റൊന്ന്. ഈ CAG പറയുന്ന കണക്കിൽ ഈ കിഫ്ബിക്കായിട്ടുള്ള കടമെടുപ്പും അതുപോലെ തന്നെ ഈ പെൻഷൻ കമ്പനികളുടെ കടമെടുപ്പും വരുമല്ലോ. കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ പറയുന്നു 50,000 കോടി കടമെടുക്കാൻ അനുമതി വേണം എന്ന് പറയുന്നത് മൊത്തം 50,000 കോടി ഈ മുഴുവൻ സാമ്പത്തിക വർഷത്തിൽ എന്നുള്ളതാണോ, അതോ അഡീഷണൽ ആയിട്ട് ഇനിയുള്ള ഇപ്പോൾ ഈ അവസാന പാദത്തിൽ അത്രയും വേണമെന്നായിരുന്നോ ഉദ്ദേശിച്ചത്? ആകെ എത്ര കോടിയാണ് കേരളം ഈ സാമ്പത്തിക വർഷം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് ഇതുവരെ കിട്ടിയത്? ഇതിനെക്കുറിച്ചൊരു കൃത്യമായ കണക്കുണ്ടോ? താങ്കളുടെ പക്കൽ അങ്ങനെ ഒരു കണക്കുണ്ടോ? അങ്ങനെ ഒരു കണക്കില്ല മഞ്ജുഷ്. ഓരോരുത്തർ ഓരോ കണക്കാണ് പറയുന്നത്. ഇപ്പോ സുപ്രീം കോടതിയിൽ ഇവര് പോയത് ഈ ധനവർഷം എന്ന് വെച്ചാൽ ഈ പോയ ധനവർഷം ഇപ്പൊ തീരുകയാണല്ലോ മാർച്ച് 31-ന്. ആ ധനവർഷത്തിൽ 50,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ്. അതല്ലാതെ നേരത്തെ എടുത്ത കടം എത്ര, അങ്ങനെ ഒരു കണക്ക് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ എനിക്ക് സുപ്രീം കോടതിയുടെ വലിയ കണക്കായി മാറില്ല. ഇതിനകം തന്നെ ഏതാണ്ട് 25,000 കോടിക്ക് അപ്പുറം കടമെടുത്ത് കഴിഞ്ഞില്ലേ? ഇല്ലേ, 25,000 കോടിക്ക് അപ്പുറം കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ആദ്യ 3 ക്വാർട്ടറിലുമായിട്ട്, ആദ്യ 3 പാദങ്ങളിലുമായിട്ട്. തീർച്ചയായിട്ടും. അതായത് ആദ്യ 3 ക്വാർട്ടറിലുമായിട്ട് ഡിസംബർ വരെ കടമെടുക്കാൻ അനുവദിച്ചിരുന്നത് 20,521 കോടിയാണ് കടമെടുക്കാൻ അനുവദിച്ചിരുന്നത്. അങ്ങനെ കടമെടുത്ത് വരുന്ന അവസരത്തിലാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം കൂടി സംസ്ഥാന, അതായത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ GSDPയുടെ 3% എന്ന് പറയുമ്പോൾ 11 ലക്ഷത്തിലധികമായിരുന്നു GSDP. 11,32,194 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ GSDP പ്രതീക്ഷിച്ചത്. അപ്പൊ അതിന്റെ 3% എന്ന് പറയുമ്പോൾ ഏകദേശം 34,000 കോടിക്ക് അടുത്ത് വരും. അങ്ങനെ 34,000 കോടിക്ക് അടുത്ത് വരെ കടമെടുക്കാൻ കേന്ദ്രം സമ്മതിച്ചില്ല. കേന്ദ്രം സമ്മതിക്കാതിരുന്നത് അതിൽ നിന്ന് ഭാഗികമായി കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം വെട്ടിക്കുറയ്ക്കുക. അതായിരുന്നു കേന്ദ്രം ഉദ്ദേശിച്ചതും പറഞ്ഞതും. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് എത്ര കോടി എടുത്തു എന്നുള്ളത് റിപ്പോർട്ട് നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമോ എത്ര കോടി രൂപ കേരളം ഇതുവരെ കടമെടുത്തു? അത് പോട്ടെ, ഇനിയിപ്പോ കിഫ്ബി വഴി കടമെടുത്തതും ഈ പെൻഷൻ കമ്പനിയുടെ കടവും മാറ്റി നിർത്തിയിട്ട് ബാക്കി എത്രയെന്ന് പറയുവാനെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ പറയുമോ? കൃത്യമായ ഒരു ഉത്തരം കിട്ടുമോ? അതായത് ബജറ്റ് ഡോക്യുമെന്റ് ആണ് അതിന് ഏറ്റവും നല്ല റെഫറൻസ്. ആ ബജറ്റ് ഡോക്യുമെന്റ് എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും പറയാം. എന്റെ അടുത്ത് ഇരിപ്പുണ്ട്, പക്ഷെ എടുത്തു നോക്കാനുള്ള അസൗകര്യമുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യത്തെ കടം പറഞ്ഞിരിക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷം ബജറ്റിൽ കാണിച്ചിരുന്നത് സഞ്ചിത കടം പറഞ്ഞിരുന്നത് 36.05% ഓഫ് GSDP എന്നാണ്. അത് 29% നിർത്തേണ്ടതാണ്. പക്ഷെ അത് കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടവും ഒക്കെ എടുക്കുമ്പോൾ 40% മുകളിൽ പോകുമായിരുന്നു. ബജറ്റിൽ പറഞ്ഞിരുന്നത് 36.05 ആണ്. പക്ഷെ അത് 40% മുകളിൽ പോകുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനമന്ത്രി ബാലഗോപാൽ ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ 43-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിന് ഈ കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചതിലൂടെ നഷ്ടമായ തുക, അതായത് 7,000 കോടി രൂപ പൊതുഘടകമായി കണക്കാക്കിയതിലൂടെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ പൊതുഘടകമായി കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് 7,000 കോടി രൂപയാണെന്നും പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കുറവ് വന്നത് 12,000 കോടി രൂപയാണെന്നുമാണ്. അപ്പോൾ 19,000 കോടി രൂപ കടമായി എടുക്കുവാൻ കേരളത്തിന് കുറവ് വന്നു. അത്രയും കടമെടുക്കുവാനുള്ള അനുമതി കേരളത്തിന് കിട്ടിയില്ല എന്നാണ്. അപ്പോൾ എൻ്റെ സംശയം എന്ന് പറയുന്നത്, അപ്പോൾ എന്തിനാണ് ഈ കൂടുതൽ തുക? ഇപ്പോൾ തന്നെ ഒരു 13,000 കോടി കൂടി അനുവദിച്ചു, ഇനി ഒരു 15,000 കോടി കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലാണല്ലോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കേരളം. ഇത് ഈ കിഫ്ബി വഴി കിഫ്ബിയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി ഉൾപ്പെടുത്തിയത് കൊണ്ട് വന്നിരിക്കുന്ന നഷ്ടമാണ്. അപ്പോൾ അത്രയും ആവശ്യപ്പെട്ടാൽ പോരായിരുന്നോ? അതിനും അപ്പുറയാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ, അതിനും അപ്പുറമാണ്. 50,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിലുള്ളത്. എനിക്കിപ്പോൾ കിട്ടിയ പേപ്പറിലുണ്ട് അത് കൃത്യമായിട്ട്. അപ്പോഴാണ്
പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിനെതിരായിട്ട്, അതായത് കാര്യക്ഷമതയില്ലാത്ത ഭരണം, അതായത് ഫിസ്ക്കൽ മിസ്മാനേജ്മെന്റ്, ഇതൊക്കെ കാരണം കൊണ്ടാണ് കടുത്ത ധനപ്രതിസന്ധിയിൽ സംസ്ഥാനം എത്തിച്ചേർന്നത്. അപ്പൊ സംസ്ഥാനം പറയുന്നതിനനുസരിച്ച് കടമെടുക്കാൻ സമ്മതിക്കാൻ വയ്യ. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടരുത് എന്ന് സുപ്രീം കോടതിയോട് കേന്ദ്രം ആവശ്യപ്പെടുന്നത് അപ്പോഴാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ അവകാശമുണ്ട് 131 ആർട്ടിക്കിൾ 131 അനുസരിച്ച്. അങ്ങനെ അവർ അപ്രോച്ച് ചെയ്യട്ടെ. വേണ്ട രീതിയിൽ പഠിച്ചതിന് ശേഷം എത്ര വരെ അതിനകത്ത് അഭിപ്രായം പറയാം എന്ന കാര്യം സുപ്രീം കോടതി ഇനി പതുക്കെ ഇനിയുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് തീരുമാനിക്കുക. ആ രീതിയിലാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. അപ്പൊ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം ശ്രീ ബാലഗോപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ 25,000 കോടി കടമെടുക്കേണ്ടി വന്നു എന്ന്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റില് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞാണ് 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 25,000 കോടി കടമെടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിന്റെ പേരിൽ എടുത്ത കടമാണ്. ഈ കഴിഞ്ഞ വർഷം കടമെടുത്തത് 30,339 കോടിയാണ്. മാഡം തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം, അതായത് 2022-23 സാമ്പത്തിക വർഷം കടമെടുത്തത് 35,339 കോടി രൂപയാണ്. അതിന്റെ ഒരു തിരിച്ചടവിന്റെ കാര്യം കൂടി, അതും കൂടി ജനങ്ങൾ അറിയണമല്ലോ. പലരും വായിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 10 വർഷം മുതൽ 35 വർഷം വരെ തിരിച്ചടവ് കാലയളവിലാണ് ഈ 35,339 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം കടമെടുത്തത്. അത് പലിശ എന്ന് പറയുന്നത് 7.31% മുതൽ 7.85% വരെയാണ്. അതായത് 22 തവണയായാണ് ആ കടമെടുത്തത്. ഇത് കണക്കുകളിൽ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയും കടമെടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, അതിൻ്റെ തിരിച്ചടവൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കടമെടുത്തല്ലേ ചെലവ് വഹിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ സംശയം ഇത് ഭീകരമായ ഒരു അവസ്ഥ തന്നെയല്ലേ ഇത്? മഞ്ജുഷേ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുക. FRBM ആക്ട് അനുസരിച്ച് പലിശ കൊടുക്കുന്നത് GST അല്ല, തനതു വരുമാനത്തിന്റെ, GSTP അല്ല, തനതു വരുമാനത്തിന്റെ 10% കൂടാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബജറ്റ്, ഇപ്രാവശ്യത്തെ ബജറ്റ് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, അത് 20% ആയിരിക്കുകയാണ്. അതായത് വാങ്ങിക്കുന്ന കടത്തിന്റെ പലിശ കൊടുക്കാൻ തന്നെ നമ്മുടെ തനതു വരുമാനത്തിന്റെ 20% വേണ്ടി വരുന്നു. അത്ര ഭീകരമായ കടമാണ് കേരളം വാങ്ങി കൂട്ടിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ CPM-ന്റെ വക്താവ് ടെലിഫോണിൽ ചേരുന്നുണ്ട്.